ക്ഷേത്രത്തിന്റെ അകത്തേക്ക് തെയ്യം കെട്ടാൻ നമ്മ ആദ്യം പോകുമ്പോ എല്ലാരും പോയി ആടെ വെച്ച് പേളിയും വെള്ളോടും വെക്കലെന്നാണ് പറയല്. അത് വെച്ച് കഴിഞ്ഞ ആട് നമ്മ എല്ലാരും ആ കൂട്ടത്തിൽ പ്രായമുള്ള ആളടക്കം എല്ലാരും പോയി ആ ക്ഷേത്രത്തിലത്തെ നടത്തിപ്പുകാരായ ആചാരക്കാരെയും സ്ഥാനികരെയും കണ്ട് വന്നിക്കല് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആദ്യം അവരെ നമ്മളെ നാട്ടാചാരപ്രകാരം കയ്യെടുത്ത് തോത് ഞങ്ങോ വന്നു ഒന്ന് പറയാം. തോത് വന്നാൽ നമുക്ക് ഇരിക്കാൻ പറയും. അണിയറിൽ പോയി നമുക്ക് ഓലക്കീറ്റാന്ന് സാധാരണ പണ്ട് കിട്ടല്. ഇപ്പൊ അത് മാറി പുൽപ്പായി എല്ലാം ആയിട്ടുണ്ട്. ആ ഓലക്കീറ്റ് തന്ന ആടെ ഇരുന്ന് ബെറ്റിലടക്കാതിരുന്നു നമുക്ക് മുറുക്കാൻ. ഞങ്ങളെ പോലൊരാൾ മുറുക്കുന്നില്ലെങ്കിൽ പഴമക്കാർ മുറുക്കലുണ്ട്. അത് കഴിഞ്ഞാൽ അവരെല്ലാം ക്ഷേത്രമുറ്റത്ത് നമ്മളെ വിളിക്കും. നമ്മൾ വിളിച്ച് അവിടുന്ന് തെയ്യത്തിന് കൽപ്പിക്കൽ എന്നതിന് പറയല്. ഇന്ന് തെയ്യം ഇന്നാള് കെട്ടണം, ഇന്ന് തെയ്യം ഇന്നാള് കെട്ടണം. രണ്ടോ മൂന്നോ നാലോ തെയ്യം ഉണ്ടെങ്കിൽ ആ തെയ്യത്തിനെല്ലാം പ്രധാനപ്പെട്ട കോലധാരികളെ ആ നാട്ടിലത്തെ ഒരാളന്മാർക്കും ക്ഷേത്രീശ്വരന്മാർക്കും തറവാട്ടിലത്തെ കാരണവന്മാർക്കും നന്നായി അറിയാം ആരെല്ലാം തെയ്യക്കാർ കെട്ടുന്നത്. ചന്ദ്രമണിക്കർ കാരണത്തിൽ വന്ന് ഓനെ കെട്ടിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും സതീശ മണിക്കർ പോയ ക്ലാവൂർ കെട്ടിക്കും, ശിശുപണിക്കർ പോയ വിരിക്കോളം കെട്ടിക്കും, പ്രതിഭ മണിക്കർ പോയ കയ്യൂര് കെട്ടിക്കും. അതിന് അതാത് സ്ഥലത്തെ ആചാര സ്ഥാനികരെയും കൂടെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കും കോലത്തിന് തീരുമാനിക്കുക. അങ്ങനെ കോലത്തിന് തീരുമാനിച്ചാൽ ആ കോലക്കാരുടെ മനസ്സിലേക്ക് ഒരു വലിയ ഭയപ്പാട് കടന്നു വരുന്നില്ല വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം ഒരു തെയ്യം കെട്ടിൽ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തീരുന്നൊരു പ്രശ്നമല്ല. ഒന്ന്, ആ ക്ഷേത്ര പരിസരത്തുള്ള സമുച്ചയ ചുറ്റുപാടുമുള്ള ജനങ്ങളെ മനസ്സിലാക്കണം. മറ്റൊന്ന്, ആ ക്ഷേത്രത്തിലത്തെ അംഗങ്ങളെ മനസ്സിലാക്കണം. ആ ക്ഷേത്രത്തിലെ പൂർവകാല സ്മരണകൾ എന്താണെന്ന് പഠിക്കണം. ആ പൂർവസൂരികൾ നടത്തിയ കർമ്മങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അപ്പൊ അവര് നടത്തിയിട്ടുള്ള ആ നല്ല കാര്യങ്ങളെ കൈമോശം വരാതെ വരും തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഈ തെയ്യക്കോലധാരികൾക്കും തെയ്യക്കാർക്കും ഉണ്ട്. അപ്പോൾ അവര് അത് വളരെ സൂക്ഷ്മതയോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ ഭയഭക്തി വിശ്വാസത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. അങ്ങനെ ഈ തെയ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തെടങ്ങലിന്റെ സമയമായി. പള്ളിയർക്കകത്ത് മുതിർച്ച വെക്കല്, ദൈവത്തിന് നമ്മൾ ഉണ്ടാക്കിയ അവലി, മലരി, ഉണങ്ങലേരി, പുഴുക്കലേരി, പഴം, വെല്ലം, കൽക്കണ്ടം, മുന്തിരി തുടങ്ങി ഇങ്ങോട്ട് ഇളനീര് വെറ്റിലടക്ക വരെ വെച്ച് കൊടിയല വെക്കലെന്ന് അതിന് പറയല്. ത്രാവലെന്നും പറയും. ആ കൊടിയല വെച്ച് കിണ്ടിയും വെള്ളം തിരുമറ്റത്ത് വെച്ചാൽ തീർത്ഥപ്പെടുത്തിയ തെയ്യത്തിന്റെ മുൻകോലക്കാരൻ, ആദ്യത്തെ മുൻകോലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിൽ പരദേവതയാണ് ആദ്യം പ്രധാനപ്പെട്ടതാണ് ഓറ്, അല്ലെങ്കിൽ നമ്മളെ കാറിലെത്ത് പോയ ചാവണ്ടിമ്മയാന്ന് പ്രധാനം ആടെ ഓറ്. അങ്ങനെ ആ കോലധാരികൾ തോത് കിണ്ടിയും വെള്ളം എടുക്കും. ആടുന്നാണ് തെയ്യത്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. തെയ്യം തുടങ്ങൽ എന്ന് പറഞ്ഞാൽ അതാണ്. ആ കിണ്ടിയും വെള്ളം എടുത്ത് കാലും മുഖവും കഴുകി അവര് കൈയിട്ടം മണിച്ചാൽ തെയ്യത്തിന്റെ തെടങ്ങലായി. ചണ്ട വിട്ട് തെടങ്ങി അത് കഴിഞ്ഞ് കൊടിയില മണിച്ച് കളിയാമ്പള്ളിക്ക് പ്രദർശനം വന്ന് കൊടിയിലയാടെ വെച്ച് തറവാട്ടിലെ ഞങ്ങളെ മലയ സമുദായത്തിലെ പ്രായമുള്ളവരെ വന്നിച്ച് അവരെ കാല് പിടിച്ച് തെയ്യക്കാർ ആട് തോത് നിൽക്കുമ്പോൾ മിക്കവാറും തെയ്യക്കാരന് തടങ്ങും. ഇല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പ്രായമില്ലവർക്കും തടങ്ങാം, കുഴപ്പമൊന്നുമില്ല. ആ തെയ്യത്തിന്റെ ഇതിവൃത്തം പ്രതിപാദിക്കുന്നതാണ് തെടങ്ങല്. ആ തെടങ്ങല് കഴിഞ്ഞ് എല്ലാരും കൂടി ബൈത്തോറ്റോളം ചെല്ലി തെടങ്ങൽ അവസാനിക്കും.